ഇന്നലത്തെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ അനുമോളടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന്. ശരിക്കും നാണം തോന്നേണ്ടത് ആർക്കാണ്? ഞാൻ നിങ്ങൾക്ക് ചില ഓഡിയോ ക്ലിപ്പിംഗ്സ് കേൾപ്പിച്ചു തരാം. നിങ്ങൾ തന്നെ പറയൂ, ആർക്കാണ് നാണം തോന്നേണ്ടതെന്ന്. അവർ രണ്ടുപേരും ഒരു ബെഡിലാണ് കിടക്കണത്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവര് പറയണത് ഞങ്ങൾ 2 പുതപ്പിലെ കിടക്കണെന്ന് പറയാണ്. ബെഡ് ആ കൂടി ഇത്രേ ഉള്ളൂ. കളിക്കാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, എനിക്ക് ഇവരെ പബ്ലിക് ബിഹേവിയർ, ഞാൻ സദാചാരം പറയൊന്നുമല്ല, എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ലവർ ആണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ കൺസേണേ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സഹോദരിയോ സഹോദരങ്ങളോ തമ്മിൽ അവരുടെ റിലേഷൻ പോലും ഞാൻ നോക്കാറില്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. അത്തരം മാനേഴ്സ് അവർ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് ഗ്രൂപ്പ് പ്ലേ ആണെന്നുണ്ടെങ്കിലും അതിനൊരു സഭ്യത വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൃശ്യം ഫിലിമിൽ സ്വന്തം മകളായി അഭിനയിച്ച അൻസിബ പറഞ്ഞത് കൊണ്ടാണോ എന്തോ മോഹൻലാലിന് അതൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഇതൊന്നുമല്ല, അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനെ കൊണ്ടും ജാസ്മിൻ ഗബ്രി ബന്ധത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരും അഭിപ്രായം പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ചിരിച്ചിരുന്ന ആളാണ് ഇപ്പോൾ അനുമോളോട് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ അൻസിബ പറയുന്നതിന് ലാസ്റ്റ് പ്രേക്ഷകർ നല്ല കൈയടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ പുരോഗമനമാണ് എല്ലാവർക്കും. ഈ പറയുന്ന സിജോ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്, രണ്ടാളും ഒരു വാഴയുടെ ചുവട്ടിൽ എപ്പോഴും ഇരിപ്പാന്നൊക്കെ. അപ്പോൾ ഇവരത് നോക്കിയിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എല്ലാവരും ഭയങ്കര പുരോഗമനം, യൂട്യൂബ് ചാനലും എല്ലാവരും പുരോഗമനമാണ്. കഴിഞ്ഞ ദിവസം പോലും പിന്നെ ഇവൻ്റെ ആര്യൻ്റെയും ജിസേലിൻ്റെയും വീഡിയോ കാണിച്ച് ഓരോ ഡിസ്ക്രൈബ് ചെയ്ത ആളാണ്. പെട്ടെന്ന് ഇന്നലെ മോഹൻലാൽ അനുമോളെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ പ്രൊമോ വന്നപ്പോൾ തന്നെ കാല് മാറിയത്. അപ്പോൾ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിൻ്റെ ക്ലാരിറ്റി അന്വേഷിച്ച മോഹൻലാലിന് ഇപ്പോൾ ഇത് എന്താ പറയുക, സദാചാരം, റെപ്യൂട്ടേഷൻ, ചക്ക മാങ്ങ, ഈ ബി പിന്നെ ടീം കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതേപോലെ പറയാതെ കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ഇത് വേണം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഒരേ ഒരു കാര്യം ലാലേട്ടനോട് ചോദിക്കാറുള്ളൂ, അതിതാണ്. എന്താ തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ?